കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡയമണ്ട് ജൂബിലി ആഘോഷവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു. AV വാമനകുമാർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും 60 വർഷം പൂർത്തിയാക്കിയ ക്ലബിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. അന്താരാഷ്ട്ര പരിശീലകനും ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണറുമായ AV വാമനകുമാർ ഉദ്ഘാടനം ചെയ്തു. 2025-26 നമ്മുടെ AP സിംഗ് സാറ് ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയപ്പോൾ 3 സർവീസ് വീക്കുകൾ നമ്മൾ ഒബ്സർവ് ചെയ്തിരുന്നു. ഒരാഴ്ച ലോകത്തിലെ 50,000-ൽ പരം ക്ലബ്ബുകൾ ഒരു ഗ്ലോബൽ കോഴ്സിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രം സേവനം ചെയ്യുക. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ വലിപ്പം വളരെ വലുതായിരിക്കും. അങ്ങനെ ഈ നിലവിലുള്ള വർഷം നമ്മൾ ചെയ്ത് ഒക്ടോബറിൽ നമ്മൾ മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന സബ്ജക്റ്റ് എടുത്ത് ചെയ്തു. ജനുവരിയിൽ ഹങ്കർ ആയിരുന്നു നമ്മളുടെ ഫോക്കസ് ഏരിയ. ഏപ്രിൽ നമ്മൾ എൻവയോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷണം. ഇനി വരാൻ പോകുന്ന ഇന്റർനാഷണൽ പ്രസിഡന്റ് മാർക്കസ് ലിയോൺ, അദ്ദേഹം ആ സർവീസ് വീക്കുകൾ കണ്ടിന്യൂ ചെയ്യാണ്, പക്ഷേ ഫോക്കസ് ഏരിയ മാറ്റിയിരിക്കുന്നു. ഒക്ടോബറിൽ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുന്ന ഫോക്കസ് ഏരിയ വിഷനാണ്. അപ്പോൾ അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കാലം വിഷൻ സംബന്ധമായ പരിപാടികളായിരിക്കണം എല്ലാ ക്ലബുകളും ഏറ്റെടുക്കുന്നത്. അത് തീർച്ചയായിട്ടും വരുന്ന ഇനി ഇൻസ്റ്റാൾ ചെയ്യുന്ന PhDയുടെ മനസ്സിലുണ്ടാവണം. പിന്നീട് ജനുവരി മാസമാണ്. ജനുവരി മാസം വരുന്നത് യൂത്താണ്. യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളും അതിനുള്ള മറ്റ് ആക്ടിവിറ്റീസ് ആയിരിക്കണം. ലയൺസ് പോസ്റ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേറെ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ, കുട്ടികളുടെ ഇടയിലുള്ള പുതിയ നേതാക്കന്മാരെ കണ്ടെത്തി ആദരിക്കുന്ന പരിപാടി, അങ്ങനെയുള്ള യൂത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ് എല്ലാം ജനുവരി ചെയ്യണം. പിന്നീട് എൻവയോൺമെന്റ് അതുപോലെ റീറ്റെയിൻ ചെയ്യാണ്. നമുക്കറിയാം ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ. അപ്പോൾ എൻവയോൺമെന്റ് ഏപ്രിൽ നടത്തിയത് അത് മെയ്യിലേക്കോ ജൂണിലേക്കോ എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ 3 പുതിയ സർവീസ് വീക്കുകൾ 2026-27 വരികയാണ്. ഈ ജെൻസി നല്ല യങ് പ്രൊഫഷണൽ ടെക്കീസ്, ഇവർക്ക് ലയൺസിനെ എങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കാം? ലയൺസ് ഇന്റർനാഷണൽ പറയുന്നു, അവരെ മെമ്പർഷിപ്പ് കൊടുക്കുക, അവരെ മീറ്റിംഗിൽ ഒന്നും വിളിക്കണ്ട, അവരൊരു മീറ്റിംഗ് എടുക്കണ്ട, പക്ഷെ അവർ സേവന പദ്ധതികളെ സഹായിക്കട്ടെ. അങ്ങനെ സഹായിക്കുന്ന ലയൺ മെമ്പർമാരെ നമുക്കൊരു പേര് വിളിക്കാം, അവരെ എപ്പിസോഡിക് വളണ്ടിയേഴ്സ് എന്ന് വിളിക്കും. ഇപ്പൊ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ യങ് ജനറേഷനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എപ്പിസോഡിക് വളണ്ടിയേഴ്സിനെ നിങ്ങൾ കണ്ടെത്തുക എന്നൊരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. Okay, with the great pleasure and privilege and the permission of senior people like Shanai sir, I hereby declare my intimate and great friend Lion PNJF Engineer Joy Joseph is installed as the Diamond Jubilee President of Lion Club of Kalyanga. Lion CA Jimson Alex is installed as a Secretary, and then CA Yatish Jeripadi is installed as a Treasurer, and all these gentlemen are installed into the various portfolios and responsibilities they are elected for. Let us all give them a big round of applause. Come on, all of you please clap. With the blessings of God, seeking for the blessings of God, I officially hand over this gavel, which is a symbol of authority to a Lions Club President, to Lion PNJF Joy Joseph. Let us all wish him a great year of Diamond Jubilee celebration. കണ്ണൻ പാർത്ഥസാരഥി അധ്യക്ഷത വഹിച്ചു. നിയുക്ത ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ്, മുൻ ഗവർണർ ശ്രീനിവാസ് ഷണൈ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ദേവാംശി പ്രഭു പ്രാർത്ഥന നടത്തി. സിദ്ധാർത്ഥ് സജിത്ത് പതാകവന്ദനം നടത്തി. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളായ ഡോക്ടർ ബലറാം നമ്പ്യാർ, M ശ്രീകണ്ഠൻ നായർ, M കുഞ്ഞിരാമൻ നമ്പ്യാർ, ബാബു രാജേന്ദ്ര ഷണായ് എന്നിവരെ ആദരിച്ചു. വിവിധ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ K ഗോപി, PP കുഞ്ഞികൃഷ്ണൻ നായർ, N അനിൽകുമാർ, സജിത്ത് V, ശ്യാംപ്രസാദ് P, മധു മഠത്തിൽ, NR പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. PV രാജേഷ് സ്വാഗതവും ജിപ്സൺ അലക്സ് നന്ദിയും പറഞ്ഞു. ഞാനിന്ന് ഈ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ ഇയറിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്ട്രിക്ട് 318യുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ കാഞ്ഞങ്ങാട് ക്ലബിന് കിട്ടിയ ഡിസ്ട്രിക്ട് ഗവർണറിൻ്റെ ക്ലബിൻ്റെ പ്രസിഡന്റാണ് കിട്ടിയ ഭാഗ്യം. ഒരുപക്ഷെ ഒരു 30 വർഷം മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മാമൻജി എൻ്റെ ബ്രദർ ജെന്നിയുടെ കുറച്ച് സ്റ്റാഫിന് വേണ്ടി എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ഒരു അനുസരണയില്ലാത്ത കുട്ടിയെപ്പോലെ ഒരു ഡോറിനെടുത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുകയും അതിലൊരു ചെറിയ സ്പാർക്കായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയത്.
2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളായ ജോയ് ജോസഫിനെ പ്രസിഡന്റായും ജിപ്സൺ അലക്സ് സെക്രട്ടറിയായും യത്തിൻ ചേരിപ്പാടിയെ ഖജാൻജിയായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.